എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂ ഗുഡ് വർക്ക്. അത് നല്ല കാര്യങ്ങൾ ചെയ്ത് തുടരുക എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം കണ്ട എന്താണ്? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, സമയത്തിന് അത് പൂർത്തീകരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക, അല്ലെങ്കിൽ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഒരുപക്ഷെ ചിലർക്കെങ്കിലും ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകാം. എന്തെങ്കിലും ഒരു വലിയൊരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി, അത് നമ്മൾ സാധിച്ചെടുത്തു. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? തിരിച്ച് നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകണോ? ഒരിക്കലുമല്ല. അതേപോലെ വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക, വീണ്ടും അടുത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു നേതാവിൻ്റെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ നമ്മൾ നിസ്വാർത്ഥമായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരിക്കലും ഒരു അന്ത്യമില്ല എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഈ പ്രകൃതി തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് സമയത്തിന് പൂർത്തീകരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇവിടെ ചാണക്യൻ്റെ ഒരു ചെറിയൊരു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു ചെറിയൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അപ്പം ശത്രുക്കൾ ഭാരതത്തിനെ പണ്ട് ആക്രമിക്കാൻ വന്ന സമയത്ത് എല്ലാ രാജാക്കന്മാരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ആ ശത്രുവിനെ നേരിടാനായിരുന്നു ശരിക്കും അന്നത്തെ ചാണക്യൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരിക്കലും ചെയ്തുകൊണ്ടിരുന്ന കാര്യം നിർത്തിയില്ല. ചന്ദ്രഗുപ്ത മൗര്യനെ പോലുള്ള മഹാരാജാവിനെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതും കൊണ്ട് നിൽക്കുന്നില്ല. അല്പം പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി വരുന്ന തലമുറകൾക്ക് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ എത്രയോ നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മളിപ്പോഴും അതിനെ ഓർക്കുന്നതും അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. അപ്പം എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നു. അത് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് സ്നേഹത്തോടു കൂടി തന്നെ അത് നിറവേറ്റുക. അതേപോലെ തന്നെ നമ്മുടെ കാലം കഴിഞ്ഞാലും ഓർക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്തു വെച്ചിട്ട് വേണം തീർച്ചയായിട്ടും പോകാൻ. അപ്പം നല്ലൊരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ ശരിക്കും എപ്പോഴും ആളുകൾ ഓർത്തിരിക്കുകയും ചെയ്യും. നമ്മുടെ പ്രവൃത്തികളെ ആയിരിക്കും പ്രധാനമായിട്ടും അവർ ഓർക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു നേതാവാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.